എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രത്തിന്റെ ഫോണിലേക്ക് ശ്രീനിവാസ് സാർ വിളിക്കുകയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയത്താണ് വേദ അങ്ങോട്ട് കടന്നു ചെല്ലുന്നത്. വേദ എന്നിട്ട് എങ്ങോട്ടുള്ള യാത്രയിലാന്ന് തോന്നല്ലോ. അതെ, ഞാൻ എങ്ങോട്ട് പോലും നിനക്ക് എന്താന്ന് ചോദിക്കാം. ആഹാ, അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. അല്ല, ശരീരം ഒന്ന് പഞ്ചറായി, അതെ പഞ്ചർ ഒട്ടിച്ച് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരിടത്ത് പോകണ്ടെന്ന് പറയാം. പിന്നെ ഞാൻ പോണോ വേണ്ടോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്, അതിന് നീ അല്ലാന്ന് പറയണം. അതെ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അച്ഛമ്മയെ വിളിക്കാം, അച്ഛമ്മ ഒന്ന് തീരുമാനിക്കട്ടെ എന്ന് പറയും. ഓഹോ, അങ്ങനെയാണോ? എന്നാ നീ അച്ഛമ്മയെ വിളിക്കുക, അച്ഛമ്മ വരട്ടെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, ഇത് ശരിക്കും ഒരു ഒളിച്ചോട്ടം അല്ലേ? ഭയന്നിട്ടുള്ള ഒരു ഒളിച്ചോട്ടം അല്ലേ ഒളിച്ചോടുന്നേ? നാളെ എൻ്റെ കഴുത്തിൽ താലി ചാർത്താൻ ഭയന്നിട്ട് പോകുന്നതല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, ഓ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേ ഈ അറപ്പും വെറുപ്പും ഒക്കെ തോന്നിക്കഴിയുമ്പോൾ അതിന് ഭയന്നാണോ പറയണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയ്ക്ക് എന്തോ പെട്ടെന്നൊരു വിഷമമായിപ്പോയി. പിന്നീട് വേദ എന്നിട്ട് പറഞ്ഞു, ജയിക്കാൻ വേണ്ടി നിങ്ങൾ എന്തും പറയുമെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പറഞ്ഞ് ഇത്തിരി കൂടിപ്പോയിട്ടോ. അറപ്പും വെറുപ്പും നിങ്ങൾക്ക് എന്നോട് ഉണ്ടാവുമെന്ന് എനിക്കറിയാം, പക്ഷേ എങ്കിൽ അറപ്പാന്ന് പറഞ്ഞത് അതെനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കേട്ടോ എന്ന് പറയണം. കാരണം എന്തൊക്കെ ഉണ്ടെന്നെങ്കിലും അങ്ങനെ പറയേണ്ട കാര്യം ഇല്ലായിരുന്നു. സത്യം പറ വിക്രം, നിങ്ങൾക്ക് എന്നോട് അറപ്പാണോ എന്ന് ചോദിക്കണം. അല്ല, അത് പിന്നെ ഞാൻ എൻ്റെ മുഖത്ത് നോക്കി പറയണം. സത്യം പറ, നിങ്ങൾക്ക് എന്നോട് അറപ്പാണോ എന്ന് ചോദിക്കുക. അല്ല, അത് ഞാൻ വിക്രം ആകെപ്പാടെ കിടന്ന് പരിങ്ങുക. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമെന്നറിയാം, അത് സ്വാഭാവികം മാത്രം. പക്ഷേ അറപ്പുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണമെന്ന് പറയണം. അവസാനം വിക്രം പറഞ്ഞു, അത് പിന്നെ ഞാൻ ഇല്ലയെന്ന് പറയണം. എൻ്റെ മുഖത്ത് നോക്കി പറ. ഇല്ല, അറപ്പില്ലാന്ന് പറയണം. ഒരിക്കലെങ്കിലും അറപ്പുണ്ട് തോന്നിയിട്ടുണ്ടോയെന്ന് ചോദിക്കും. ഇല്ലയെന്ന് പറയണം. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എനിക്ക് തോന്നിയായിരുന്നു അറപ്പില്ലാന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ പറയുവാണെങ്കിൽ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ലായിരുന്നു. നിങ്ങൾക്ക് വെറുപ്പുണ്ടെന്നറിയാം, പക്ഷേ അറപ്പില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിന്നത്, അറിയാലോ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് അറിയുന്നെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. എനിക്കിനിയിപ്പോൾ ധൈര്യത്തോടെ ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറയണം. ഈ സമയം വിക്രം പറഞ്ഞു, അതെ എനിക്ക് പോകണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, ശ്രീനിവാസ് സാറിൻ്റെ അടുത്തേക്കല്ലേ, പോവാതിരിക്കോ, അതൊക്കെ വിക്രത്തിന് ഇഷ്ടം. പക്ഷെ എനിക്കിപ്പോൾ ഒരു സന്തോഷമായി, എന്നോട് അറപ്പില്ലല്ലോ, അത് അങ്ങനെ എത്രയെങ്കിലും സമ്മതിച്ചു തന്നല്ലോ എന്നൊരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം. പിന്നീട് വിക്രം അങ്ങോട്ട് പോവാണ്. വിക്രം ശ്രീനിവാസ് സാറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസ് സാറും പുളിക്കിനും അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. പിന്നീട് പുളിക്കിനോട് താൻ പോയൊരു ചായ എടുത്തുകൊണ്ട് വരാൻ പറയണം. പിന്നീട് ശ്രീനിവാസ് സാറിനോട് പറഞ്ഞു, ആഹാ, സാറെന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ ഇനിയിപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരാൻ പോവാ. ഇപ്പോൾ ഈ പുളിക്കനാണ് ചായ എടുത്ത് വരാനും എല്ലാവരുമായിട്ട് നിൽക്കുന്നേ. അല്ല, അതെന്ത് പറ്റി പെട്ടെന്ന്? അല്ല, ഇലക്ഷനൊക്കെ വരാൻ പോവല്ലേ, എൻ്റെ പിന്നിലായിട്ട് അവൾ വേണമെന്ന് അവൾക്ക് നിർബന്ധം. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അത് നല്ല കാര്യമുള്ളതെന്ന് പറയും. അല്ല, അതൊക്കെ പോട്ടെ, എന്തൊക്കെയാടാ വിക്രം നടന്നേ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ. നിന്നെ ഇടിച്ച ആരാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടോ വിക്രം പറഞ്ഞു, ആരെ എന്താണെന്ന് ഞാൻ കണ്ടില്ലെന്ന് പറയണം. ഓഹോ, അപ്പം നീ എൻ്റെ അടുത്ത് കള്ളത്തരം പറയാനും തുടങ്ങിയല്ലേന്ന് ചോദിക്കും. അല്ല, ഞാനെന്തിനാ കള്ളത്തരം പറയുന്നത്? വേണ്ട, അത് എനിക്ക് മനസ്സിലായി, അളിയനെ രക്ഷിക്കാനായിട്ടുള്ള പുറപ്പാടല്ലേന്ന് ചോദിക്കും. നാളെ നിൻ്റെ ഭാര്യയുടെ വീട്ടുകാരും നിൻ്റെ വീട്ടുകാരും അറിഞ്ഞിട്ടുള്ള താലികെട്ടല്ലേ, ആ സമയത്ത് അമ്മായച്ചൻ്റെ വീട്ടുകാരെ കുറ്റക്കാരാക്കണമെന്ന് കരുതിയിട്ടല്ലേ നീ അവരെ രക്ഷിക്കാൻ നോക്കണമെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാനേ ഗുണ്ടാഭിലാഷൻ നൈസായിട്ട് അങ്ങോട്ട് പൊക്കിയായിരുന്നു. അവനെന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അവനെനി ജില്ല കയറുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവനെ ഞാനിവിടുന്ന് തുരത്തിയിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി, ആ ശ്രീകാന്ത് എല്ലാവരും കൂടി ചേർന്ന് നിനക്കിട്ടി പണി തന്നേന്ന്. നീ പിന്നെ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം സാർ, അതെ ശ്രീനിവാസ് സാറിന് അറിയാലോ, ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ സാറിനോട് നുണ പറഞ്ഞ് അത് സാറിനെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പേഴ്സണലായിട്ട് കാര്യമാണ്. ഈ കാര്യത്തിൽ സാർ ഇടപെട്ട് വെറുതെ പ്രശ്നം രൂക്ഷമാക്കാന്ന് പറഞ്ഞാൽ ഇത് സില്ലിയായിട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് പരിഹരിക്കാൻ പറ്റുന്നുള്ളൂ. വെറുതെ എന്തിനാ സാറിന് ഉള്ള കാര്യത്തിന് ഇല്ലാത്ത കാര്യത്തിന് എല്ലാം കൂടെ വലിച്ചഴിക്കണേ എന്ന് കരുതിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് സാറിനെ വലിച്ചഴിക്കാത്തേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീനിവാസൻ പറഞ്ഞു, എടോ വിക്രം, നീ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? അവരെ നിന്നിലേക്ക് അടുപ്പിക്കുകയോ ചെയ്യേണ്ടത്, അങ്ങനെയാണ് പ്രതികാരം ചെയ്യേണ്ടത്, അല്ലാതെ ഒരു കാരണവശാലും അവരോട് അല്ലാത്തൊരു പ്രതികാരമല്ല ചെയ്യേണ്ടതെന്ന് പറയാം. വിക്രം പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാനത് കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറയാം. നാളെ താലി കെട്ടണം വേണ്ടതെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്, അവരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നു പറയണം. അത് കേട്ടപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അതല്ല ചെയ്യേണ്ടിയിരുന്നേ, അങ്ങനെ ചെയ്യാനും പാടില്ല. നാളെ വേദയുടെ കഴുത്തിൽ നീ താലി ആർത്തണം, വേദയെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കണം നീ, അങ്ങനെയാണ് അവരോട് നീ പ്രതികാരം ചെയ്യേണ്ടത്, അല്ലാതെ വേറെ രീതിയിലല്ല. അത് നിനക്ക് ഇനിയും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കണം.
രാഷ്ട്രീയത്തിലെ തന്ത്രങ്ങളൊക്കെ അങ്ങനെയാണ്, നിനക്ക് അതൊക്കെ ഇനി മനസ്സിലായില്ലേന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ ഞാൻ അതെ ഒരു കാര്യം ചെയ്യുക എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കണം. ഇത് കൈവച്ചോ, കല്യാണത്തിന് ചിലവൊക്കെ ഉള്ളതല്ലേ നിൽക്കും. വേണ്ട സാറെന്ന് പറയാം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നിന്റെ ആവശ്യത്തിന് ഞാൻ അല്ലാതെ പിന്നെ ആരുടെ പൈസ തരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് വെക്കാനും പറഞ്ഞ് നിർബന്ധിച്ച് വിക്രത്തിൻ്റെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണ്. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. മേടിക്കാതിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിക്രം അവസാനം മേടിക്കണം. ഈ സമയം നന്ദിനി മിറ്റു അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേക്കാണ് മുത്തശ്ശി അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശി വിക്രത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുക. വിക്രം വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇതെന്താ പോലും ഫോൺ എടുക്കാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് തൂണൊക്കെ തുടച്ച് വൃത്തിയാക്കണം വിനായകന്. ആ സമയം നന്ദിനി പറഞ്ഞു, എത്ര തുടച്ച് വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറമേ ഉള്ളത് പോകും, മനസ്സിലെ കറ പോകത്തില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ വെച്ചു, എന്താണ് ഇനി അവിടെ ഒരു കുശുഷ്പ് നടത്തുന്നത്? ഒന്നുമില്ല അച്ഛമ്മേ, ശരിക്കും തുടയ്ക്കുവാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആവുമെന്ന് പറഞ്ഞാന്ന് പറയാം. അതെ നീ ഒരു കാര്യം ചെയ്താൽ മതി, നീ ഇവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കുകയെ മുറ്റത്തെ കാട് വെട്ടിയാൽ മതി, എനിക്കിട്ട് വെട്ടാൻ വരണ്ട കേട്ടോ എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനൊന്ന് ചിരിക്കുകയാണ്. നന്ദിനി ആകെപ്പാടെ ഒന്ന് ചമ്മിപ്പോയി. അപ്പോഴാണ് പുറത്തൊരു ഓട്ടോറിക്ഷ വന്നിരിക്കുന്നത്. ഈ സമയത്ത് അനിയൻകുട്ടനും ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ വിക്രത്തിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, നിങ്ങൾ ആരെങ്കിലും പോയി അവനെ ഒന്ന് അന്വേഷിച്ച് കൂട്ടിക്കൊണ്ട് വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞിട്ട് ജോസഫ് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ്. അപ്പോഴത്തേക്കും ഓട്ടോറിക്ഷയിൽ നിന്ന് ശ്രീജൻ വിശ്വം അപ്പുമോളും കൂടെ വന്ന് ഇറങ്ങുവാണ്. കൈ കുറച്ച് കവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നന്ദിനി ചോദിച്ചു, ആഹാ നിങ്ങളിത് എങ്ങോട്ട് പോയതാന്ന് ചോദിക്കാം. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാ. ഷോപ്പിങ്ങിനാ? വിശ്വമായിട്ട് ശ്രീജെടുത്തിയോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ മുത്തശ്ശി പറഞ്ഞു, അതെന്താ അവർക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ലെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ അതിന് മാത്രം പൈസയൊക്കെ എവിടെയുള്ളേ? ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, അതിനുള്ള പൈസ അച്ഛമ്മ തന്നായിരുന്നു പറയാം. ഓ അങ്ങനെ വരട്ടെ, അല്ലാതെ വിശ്വേട്ടൻ്റെ കൈ പൈസ ഉണ്ടായിട്ട് ഇവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകത്തിരുന്ന കാര്യം അറിയായിരുന്നു. ഈ സമയം അപ്പുമ്മളോട് മുത്തശ്ശി ചോദിച്ചു, അല്ല എന്തൊക്കെയാ വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മയ്ക്ക് സാരി വാങ്ങി, എനിക്ക് ഉടുപ്പ് വാങ്ങി. അല്ല അച്ഛനിപ്പോൾ ഒന്നും വാങ്ങിയില്ല. അച്ഛൻ പറഞ്ഞു എനിക്ക് വേണ്ട, അച്ഛന് പഴയത് ഇരിപ്പുണ്ട്, അത് മതിയെന്ന് പറഞ്ഞു. ഈ സമയം വിശ്വം പറഞ്ഞു, എനിക്ക് വേണ്ട അച്ഛമ്മേ, എൻ്റെ ഇരിപ്പുണ്ട്, പിന്നെ വെറുതെ എന്തിനാ മേടിച്ച് പൈസ കളയണേ. ഈ സമയം അപ്പുമ്മോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു നമുക്ക് ആ പൈസയ്ക്ക് ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞു പറയാം. എന്നിട്ട് ബിരിയാണി കഴിച്ചെന്ന് പറയണം. ഇതെല്ലാം കണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് സഹിച്ചില്ല. നന്ദിനി പറഞ്ഞു, അല്ലേലും എനിക്കറിയായിരുന്നു, ഇവിടെ ഞാൻ വെറുതെക്കാരിയല്ലേ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു, എടി നന്ദിനി നീ എന്തിനാ ഇങ്ങനെ പറയണേ? ശ്രീജയ്ക്കല്ലേ ഒന്നും ഇല്ലാത്തേ, നിനക്ക് പിന്നെ ഇഷ്ടംപോലെ സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയായിരുന്നെന്ന് പറയണം. ഇത് കേട്ടി നന്ദിനി പറഞ്ഞു, അല്ലേലും എനിക്കറിയാം അച്ഛമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാന്ന്. എന്നെ പെണ്ണ് കാണാൻ വരുന്നതിനും എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛമ്മ എന്നാ പറഞ്ഞേ, നിന്റെ മോന്ത കുതിരമോറിയെ പോലെ ഇരിക്കണേ, അത് മാത്രമല്ല നീ കറുത്ത് പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞാലേ. ഞാനിപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, വിനായകേട്ടനും മെസ്സേജ് അയച്ചതിൻ്റെ എന്നൊക്കെ പറയണം, അച്ഛമ്മ അയച്ച മെസ്സേജിൻ്റെ എന്നൊക്കെ പറയണം. ഇത് കേട്ട് ഇനിയിപ്പോൾ അച്ഛൻ പറഞ്ഞു, എപ്പോഴും അതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കണ്ടായിരുന്നു പറയണം. വിനായകനെ കണ്ണും വായും പൊളിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലേലും എനിക്കറിയാം ഞാനിവിടെ ആരുമല്ലെന്ന്, ഞാനിവിടെ തുടയ്ക്കുന്നുമില്ല, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അടുപ്പ് പോയി ഊതിക്കോളാന്ന് പറഞ്ഞാൽ ചോലി വിട്ടിട്ട് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീജ അവിടെ നിന്ന് പറഞ്ഞു, നിക്കടി അവിടെയെന്ന് പറയണം. ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി. നന്ദിനിയും വിനായകനും ഞെട്ടലോട് നോക്കി കഴിയുമ്പോഴത്തേനും ശ്രീജ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ കവറ് പിടിക്കാൻ പറയണം. ഇതെന്താ? അച്ഛമ്മ നിനക്ക് വേണ്ടി മേടിക്കാൻ പറഞ്ഞ സാരിയാന്ന് പറയണം. സാരിയോ? അതെ, നിനക്കൂടെ സാരി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ നിൻ്റെ ഒരു ബ്ലൗസ് നീ കാണാതെ എടുത്തുകൊണ്ട് പോയി ഞാൻ അത് തയ്പ്പിച്ചു, അതാ ഇത്ര താമസിച്ചെന്ന് പറയണം. അത് കേട്ടപ്പോൾ നന്ദിനിക്കും ഒരു സന്തോഷമൊക്കെ വന്നു, കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പിന്നീട് നിനക്കൊരു സർപ്രൈസ് തരാനായിട്ട് അച്ഛമ്മ കരുതിയിരുന്നാന്ന് പറയണം. ഈ സമയം നന്ദിനി എന്നിട്ടുണ്ട്, താങ്ക്സ് അച്ഛമ്മയെന്ന് പറയണം. താങ്ക്സോ? എന്തിന്? അല്ല ഇങ്ങനെയൊക്കെ. എടി നീ ആ സ്ക്രീൻഷോട്ട് ഇങ്ങനെ കാണിക്കാൻ പറയണം. ഏത് സ്ക്രീൻഷോട്ട്? അല്ല നീ കറുത്താന്നും കുതിരമോറിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ എന്തോ കുറ്റപ്പെടുത്തിയെന്നും പറഞ്ഞുകൊണ്ട് നീ വലിയ വാചകം അടിച്ചില്ല അതിൻ്റെ. ഓ അതാണോ? അത് ഞാൻ ചുമ്മാ പറഞ്ഞ ഒരു പഞ്ചിന് പറഞ്ഞ അച്ഛമ്മയെന്ന് പറയണം. പഞ്ചിനോ? അത് അങ്ങനെ സ്ക്രീൻഷോട്ട് ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. എന്നിട്ട് നീ എന്നെക്കുറിച്ച് അങ്ങനെ അപവാദം പറഞ്ഞു വരുത്തിയല്ലേ? അത് പിന്നെ കുശുമ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛമ്മേ, എന്തേലും പറയണ്ടേന്ന് ഓർത്ത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. എൻ്റെ അച്ഛമ്മ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയണം. നിന്നെപ്പോലെയുള്ള ഒരുത്തിയൊക്കെ ഉണ്ടല്ലോ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തിയെ കാണത്തുള്ളൂ, ഇതുപോലെ റെയർ പീസാ നീ എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി പറഞ്ഞു, താങ്ക്സ് ഫോർ ദി കോംപ്ലിമെൻറ്റ്സ് എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓ എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറയണം. പിന്നീട് നന്ദിനി അകത്തേക്ക് കയറിപ്പോവാ. ഈ സമയത്ത് ശ്രീജ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ കമലയും കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കറിക്കരിയുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീജ എന്നിട്ട് പറഞ്ഞു, അതെ അമ്മേനെയും കൂടി മാറ്, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയാം. വേണ്ട നീ മടുത്ത് വന്നതല്ലേ, നീ ഒരു കാര്യം ചെയ്യുക, കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി എന്ന് പറയാം. കുളിയൊക്കെ പിന്നീട് കുളിക്കാം, അമ്മയും കൂടി മാറാൻ പറയാണ്. അപ്പോഴേക്കും തങ്കെന്ന് പറയുന്ന ഒരു അയലോത്തുള്ള ചേച്ചി ചോദിച്ചു, അല്ല
അവരുടെ കല്യാണം നേരത്തെ കഴിഞ്ഞല്ലേ, ഇനി വീണ്ടും എന്തിനാ ഇങ്ങനെ ഒരു താലികെട്ടെന്ന് ചോദിക്കുക. കമൽ പറഞ്ഞു 2 വീട്ടുകാർ പറഞ്ഞിട്ടുള്ളൊരു താലികെട്ട, മുമ്പെന്ന് പറഞ്ഞാൽ അറിയാലോ എങ്ങനെയാന്ന്. അപ്പം അടുത്തിരുന്ന് ചോദിച്ചു പറഞ്ഞു മുമ്പ് വിക്രം ബലമായിട്ട് കിട്ടുമല്ലേ ചെയ്തേ എന്നൊക്കെ പറയണം. ആ സമയത്ത് തങ്കം പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നുമില്ലല്ലോ അവർ ഒരുമിച്ച് താമസിക്കുന്നതല്ലേ, പിന്നെ ഇനിയിപ്പോൾ ഒരു താലികെട്ടേണ്ട കാര്യമുണ്ടോ കമലേച്ചിന്ന് ചോദിക്കണം. ഇത് കേട്ടോണ്ട് വന്ന നന്ദിനി പറഞ്ഞു ഓ ഒന്നിച്ച് താമസിക്കാനോ, ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ ലിവിങ് മാത്രമേ ഉള്ളൂ, ടുഗദർ ഇല്ലായിരുന്നു പറയണേ. അതെന്താ നന്ദിനി നീ അങ്ങനെ പറഞ്ഞെന്ന് തങ്കം ചോദിക്കണം. അല്ല പിന്നെ അവർ ഒരുമിച്ചൊന്നും അല്ല കഴിയണേ, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സത്യമാണോ കമലേച്ചിന്ന് ചോദിക്കുകയാണ് തങ്കം. അപ്പോൾ അത് കേട്ടോണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു നീ എന്തൊക്കെയാ നന്ദിനി പറയണമെന്ന് ചോദിക്കും. അവരൊരുമിച്ചല്ലേ കഴിയണേന്ന് ചോദിക്കും. അല്ല അത് പിന്നെ അച്ഛമ്മേ ഞാൻ അതേ കുടുംബക്ഷേത്രത്തിൽ പോയി താലി കെട്ടിയ കാര്യമൊക്കെ നിനക്കറിയാൻ മേലിരിക്കും, അറിയാം. അതിനുശേഷം അവരുടെ ആദ്യരാത്രി നടത്തിയ കാര്യം അറിയാവോ, അതും അറിയാമെന്ന് പറയാം. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ, അവരെ നീ തെറ്റിദ്ധരിപ്പിച്ച് എന്തിനാന്ന് ചോദിക്കും. അതിനുശേഷം അവർ ഒരുമിച്ച് ഒരു മുറിയിലല്ലേ കിടക്കണേ, അതേന്ന് പറയണം. പിന്നെ നീ എന്തിനാണ് ഈ പറഞ്ഞേ അവരൊന്നിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ. അല്ല അത് പിന്നെ അച്ഛമ്മേ ഞാൻ കുറേ നാൾ വേദ ഹാളിലൊക്കെ അല്ലേ കിടന്നേ. എടി അത് കുടുംബക്ഷേത്രത്തിൽ പോയി താലി കിട്ടുന്നതിന് മുമ്പല്ലേ, ഇപ്പോഴെങ്ങനെയാണോ അല്ലാന്ന് പറയണം. എന്നാൽ പിന്നെ നീ തെറ്റിദ്ധരിപ്പിക്കാതെ പോകാൻ നോക്ക്, വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് എന്നൊക്കെ പറയണം. അപ്പോഴേക്കും കമലയെ പാൽക്കാരൻ വന്ന് വിളിച്ചു. കമല അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. അച്ഛമ്മയോടെ ഇരുന്നു. അച്ഛമ്മ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അതെ വലിയ കുടുംബക്കാരൊക്കെ അല്ലേ അവർ, ജഡ്ജിയുടെ മോളായതുകൊണ്ട് ഇഷ്ടംപോലെ ശ്രീധരനൊക്കെ കിട്ടുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അതെ ഈ ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, ചെന്ന് കയറും പെണ്ണുവീട് കാണാനായിട്ട്, എന്നിട്ട് ചോദിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദമായിട്ട് പറയുന്ന സമയത്ത് പറയും അതെ ഞങ്ങൾക്ക് പെണ്ണിനെ മാത്രം മതി, ഒന്നും വേണ്ട, പിന്നെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കൊടുത്തോളാനൊക്കെ പറയും. അത് ശരിക്കും നൈസായിട്ടൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണേ. എന്തിനാ ശ്രീധരൻ ചോദിക്കുന്നത്, ശ്രീധരൻ്റെ ഒരു ധനമല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തങ്കം പറഞ്ഞു അതൊക്കെ അന്നും ഇന്നത്തെ കാലത്ത് എന്നത്തെ കാലത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ട് പെൺമക്കൾക്ക് ആരെങ്കിലും കൊടുക്കാതിരിക്കുമെന്ന് ചോദിക്കണം. അച്ഛൻ പറഞ്ഞു എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യം ഇല്ലയെന്ന് പറയണം. അങ്ങനെ ചോദിച്ചു മേടിക്കുന്നതിനോടോ അങ്ങനെ ഒന്നും താല്പര്യം ഇല്ലയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി ഇങ്ങനെ കാത് കൂർപ്പിച്ച് ഇങ്ങനെ എന്താ അച്ഛമ്മയുടെ വായിന്ന് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.